ആറന്മുള മണ്ഡലത്തിൽ പ്രളയ ദുരന്തത്തിൽപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ജനങ്ങളിൽ നിന്നും ഭക്ഷണപ്പൊതികൾ എത്തിച്ചു നൽകി ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റെജി ഇലന്തൂർ. ഇടപ്പെരിയാർ വാർഡിലെ ജനങ്ങളെ ഏകോപിപ്പിച്ചാണ് ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കുന്നത്. തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, കോഴഞ്ചേരി പഞ്ചായത്തുകളിലെ ക്യാമ്പുകളിലാണ് ഭക്ഷണപ്പൊതികൾ എത്തിച്ചു നൽകുന്നത്. ആരോടും ഭക്ഷണപ്പൊതികൾ ആവശ്യപ്പെട്ടിട്ടില്ല. സാഹചര്യവും താൽപ്പര്യവുമുള്ളവർ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയെന്ന് ഇദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച മെസ്സേജിൽ നിന്നാണ് സ്നേഹത്തിന്റെ നിരവധി പൊതികൾ തയ്യാറായത്. പൊതികൾ തയ്യാറാക്കി വച്ച വീടുകളിൽ മെമ്പർ റെജി നേരിട്ടെത്തിയാണ് അവ ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വാഹനത്തിലാണ് ഭക്ഷണപ്പൊതികൾ ക്യാമ്പുകളിൽ എത്തിച്ചത്. ഒരു മനുഷ്യായുസ്സിൽ പല പ്രാവശ്യം പ്രളയക്കെടുതി നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും അതിനാൽ സ്ഥിരം പ്രളയബാധിത പ്രദേശത്ത് ഇത് ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയ ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നും റെജി ഇലന്തൂർ പറഞ്ഞു. ആറന്മുള പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇടപ്പെരിയാരം വാർഡിൽ നിന്ന് ഭക്ഷണപ്പൊതിയും മറ്റും എത്തിച്ച് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ സമയത്ത് നമുക്ക് ഈ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു പൊതി എത്തിക്കുക എന്ന് പറയുന്നത്. വീടുകളിൽ നിന്ന് അവർ കെട്ടിത്തരുന്ന ഇലപ്പൊതികൾ എത്തിക്കുക എന്ന് പറയുന്നത് സർക്കാർ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മുടെ സമൂഹം ഒന്നടങ്കം ഇത്തര പ്രകൃതി ദുരന്തം നടക്കുന്ന സമയത്ത് ഒന്നിച്ച് കൂട്ടായി ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയണം. ഇടപ്പരിയാരം ആയുഷ് യോഗ ക്ലബ് അംഗങ്ങളും ഭക്ഷണപ്പൊതി തയ്യാറാക്കി വാർഡ് മെമ്പറെ ഏൽപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മെമ്പർമാരും ദൗത്യത്തിൽ ഒപ്പമുണ്ടായിരുന്നു. അധ്യാപകനായിരുന്ന കാലത്ത് കുട്ടികളോടൊപ്പം തൻ്റെ വീടിനു മുന്നിൽ വഴിയോരത്ത് നട്ട പേരയിൽ നിന്നുള്ള പേരയ്ക്കകളും ഭക്ഷണപ്പൊതികളോടൊപ്പം നൽകിയിരുന്നു. 141 പേരകളാണ് ഇതിൽ ശേഖരിച്ചത്. വെള്ളമിറങ്ങിയാൽ പഞ്ചായത്തിലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീട്ടിലേക്ക് തിരികെ മടങ്ങുമ്പോൾ വീടും കിണറും വൃത്തിയാക്കി നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും റെജി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.